അവര് നമ്മളെ ഏൽപ്പിക്കും. കാലം മാറി. പണ്ട് മാധവേട്ടൻ ചോദിക്കും, ബഷീറേ ഇജ്ജ് എവിടെയല്ലേ? ഉണ്ട്. അതെ, സുമതി ഇവിടെ ഉണ്ട്, ഇജ്ജ് നോക്കണം, വിവാഹപ്രായത്തിന്റെ മോളാ. അതിനെന്താ, ഞാൻ ഇവിടെ ഇല്ലേ? നല്ല വിശ്വാസമായിരുന്നു, ഒന്നും സംഭവിക്കില്ല, അറിയാം. ഇപ്പൊ മാധവേട്ടൻ എങ്ങനെ പറയും, ബഷീറേ ഇജ്ജ് എവിടെ ഉണ്ടോ? ഉണ്ട്. എന്നാൽ ഞാൻ സുമതിനെ ഞാൻ കൂട്ടുന്നുണ്ട് കേട്ടോ, അവളെ കൊണ്ടുപോവുകയാണ്. അല്ലേ അല്ലേ അല്ലേ? ഇതാ ഈ മാറാട് 80 ലക്ഷത്തിന്റെ വീട് 8 ലക്ഷത്തിന് വിറ്റ് പോയില്ലേ അങ്ങ് കൊല്ലത്തേക്ക്. പേടിച്ചിട്ട് മുസ്ലിം അമുസ്ലിമിനെയും അമുസ്ലിം മുസ്ലിമിനെയും പേടിച്ചിട്ട്. ഇതാണോ മതം? ഇതാണോ മതം? ജൂതന്റെ വീട് വെക്കുക. അബ്ദുല്ലാഹി മുബാറക്കിന്റെ അയൽവാസി ഇരട്ടിയ വീടിന് വില. നാട്ടുകാർ ചെന്ത ചങ്ങ ഇത് 2 സെന്റ് ഭൂമിയിൽ ഒരു ചെറിയ കുടിലിന് ഇതെന്ത് വിലയാ ഇത്? വില വീടിന്റെ വിലടോ. അബ്ദുല്ലാഹി മുബാറക്ക് എന്ന അമൂല്യമായ മുസ്ലിമിന്റെതാ. സത്യവിശ്വാസി ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് വാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലിരിക്കും. എനിക്ക് ആ രംഗം ഓർമ്മ വരുന്നത് എവിടെയെന്ന് ചോദിച്ചാല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ. അപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ കുത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്കണേ ആ ഒരു രംഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി കൈ കുത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. ആയിഷ ബീവി വരേണ്ട ഒറ്റ തട്ട കൈ. അള്ളാന്റെ റസൂലില്ലേ, റസൂല് താഴെ വീണു. അവിടൊക്കെ സ്ത്രീകൾ. നബി ആയിഷാന്റെ കാര്യം കുട്ടിത്തം വിടില്ലല്ലോ ആയിഷ. എനിക്ക് നോക്കണേ, ഹബീബാണ്, ലോകരാജ്യങ്ങളുടെ ഭരണാധികാരിയാണ്, കച്ചവടത്തിന്റെ നേരും നെറിയും പഠിപ്പിച്ച മഹാനാണ്, വിപ്ലവകാരിയാണ്, ഉഖോദയിൽ ദുൽമജാസിൽ മജന്നായിൽ ധീരമായി എന്ന് പ്രഖ്യാപിച്ച ധീരനായ ആൺകുട്ടിയാണ്. ഭാര്യയുടെ മുമ്പിൽ ഒരു പൂച്ചക്കുട്ടിയെ പോലെ അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഭാര്യന്റെ അടുത്ത് നിന്ന് ഒരു പാത്രത്തിൽ ഭക്ഷണമായിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പൊ ശുണ്ടി മൂത്തിട്ട് കൂശുമ്പിള പെണ്ണുങ്ങൾ പൊറുപ്പിക്കാൻ ചില്ലറ പണിയൊന്നുമില്ല, വെറുതൊന്നുമല്ല. അല്ല ആണിന്റെ മുമ്പിൽ എങ്ങാണ്ട് സുജൂദ് ചെയ്യാൻ അല്ല അനുവദിച്ചാൽ അത് കെട്ടിയോന്റെ മുമ്പിൽ കെട്ടിയോളെ നെറ്റിയിട്ട് ഒരക്കുന്ന് റസൂല് വെറുതെ പറഞ്ഞൊന്നുമില്ല. ഇത് സഹിക്കാൻ ചില്ലറപ്പെട്ട പാടൊന്നുമല്ല. സുഹൃത്തുക്കളെ, ആയിഷ ബീവിന്റെ അടുത്തേക്ക് ചിരിച്ചുകൊണ്ട് റസൂൽ വരികയാണ്. സാധു സലാം പറഞ്ഞങ്ങോട്ട് കയറിയപ്പോ ഒറ്റ തട്ട് ആ പാത്രത്തിൽ വേറൊരു കെട്ടിയോളെ വീട്ടിൽ നിന്ന് കുറച്ച് പലഹാരം കൊണ്ടുവരികയാണ്. ഒറ്റ തട്ട് അത് താഴെ വീണു. നമ്മളാണെങ്കിലോ ചാടി ഇങ്ങനെ ചേട്ടക്കുറ്റിക്ക് ഒന്നാട് പൊട്ടിച്ചിട്ട് ഇപ്പുറത്തെ ചെവിന്ന് അപ്പുറത്തെ പൊന്നീച്ച പറഞ്ഞിട്ട് ദക്ഷിണാഫ്രിക്കയും കടന്ന് അങ്ങ് പോകും അല്ലേ. ഇന്ന് അങ്ങനെ ഇത് നമ്മൾ പറയാണ്, അടിച്ചിട്ടൊരു ത്രില്ല് പോരാ, കൈക്കൊരു വേദന പോകും, ശരിക്കും കൊടുത്തില്ല. ആളുകൾ പറയുന്നു ശരിക്കും പൊട്ടിച്ചില്ല. അപ്പൊ മറ്റടുത്ത് വന്ന് നോക്കുമ്പോ ചെവിന്ന് എലീനെ തച്ചമാതിരി ചോര ഇങ്ങനെ വരുന്നു. ഭാര്യന്റെ എവിടെ കിടപ്പറയില് ഭാര്യന്റെ ചെവിക്കുറ്റിക്ക് ചുംബിച്ചോന്. ആലോചിക്കണം. ആ ചുംബിച്ച് വികാരമുണർത്തിയ കവിൾത്തരത്തിൽ അടിച്ചിരിക്കുന്നു. ഒന്നാമത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം മേഘ്ന ഖാർട്ട. അല്ലാഹുവിന്റെ റസൂൽ, ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ. അത് പഠിപ്പിച്ച റസൂലുള്ളാഹ്. നിങ്ങൾക്ക് അല്ലാഹ് വിധേയപ്പെടുത്തി തന്നവരാ നിങ്ങളുടെ ഭാര്യമാർ. നിങ്ങൾക്ക് പെരുമാറല്ല കഴുതകളല്ല അവര്, സ്വതന്ത്രമായ അസ്തിത്വമുള്ളവരാ അവര്. അവര് തല്ലിയേ, അവര് ചീത്ത പറഞ്ഞിട്ട് മാപ്പ് പറഞ്ഞേടാ, കരഞ്ഞേളോ അവരോട്, പോ വീട്ടിലേക്ക് എന്ന് റസൂലുള്ളാഹ്. ഇനി അടുത്ത രംഗം കേട്ടോ. റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് പാത്രൊറ്റ തട്ട്. റസൂലുള്ളാഹ് അവിടുന്ന് എഴുന്നേറ്റു, മെല്ലെ അടുക്കളയിൽ ചെന്നു. അടുക്കള എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഇന്നത്തെ എക്സിക്യൂട്ടീവ് അടുക്കളൊന്നും കരുതണ്ട. ആ ചെറ്റക്കുടിൽ ഇങ്ങനെ ചാരി വെച്ചതിന്റെ അമ്മൂല, അതിന്റെ അപ്പുറത്ത് തന്നെ നബി കിടക്കണേ. അവിടെ ചെന്നിട്ട് ഒരു പാത്രം എടുക്കുന്നു. ആയിഷ ബീവി നോക്കിയിരിക്കെ മരുഭൂമിയിൽ കാലുമുട്ട അവിടെ കുത്തിവെച്ചു. എന്നിട്ട് ആ ഭക്ഷണമൊക്കെ പൊടിയൊക്കെ തട്ടിയാക്കി ഇങ്ങനെ അടുക്കളയിൽ കൊണ്ടുവച്ചു. മൗനം ട്രീറ്റ്മെന്റ് ആക്കി. മൗനം മിണ്ടിയില്ല. പരമസുഹൃത്തിനോട് മിണ്ടിയില്ല ഒരു ദിവസം. എന്താ മിണ്ടാത്ത? സ്നേഹിച്ചിട്ടാ ആയിഷ ബീവിനോട് മിണ്ടിയില്ല റസൂൽ. ഇഷ്ടം കൊണ്ടാ ആയിഷ ബീവിനെ തിരുത്തണം, തല്ലിയിട്ട് കാര്യമില്ല. അപ്പോ ആയിഷ ബീവിന്റെ മനസ്സങ്ങട്ട് പൊട്ടി. ആരോടാ? അള്ളാന്റെ റസൂലിനോടാ. ഓടി, മനസ്സങ്ങട്ട് മാറി. ഓടിയിട്ട് റസൂലുള്ള ഇരിക്കുന്നിടത്ത് നിലത്തോരൊറ്റ ഇരുത്ത 2 കാൽമുട്ടിലും കൈയിങ്ങനെ വെച്ചു. അപ്പൊ നബിയുടെ താഴെ നബിക്കിങ്ങനെ കൈവക്ക ആയിഷാന്റെ മുടിയില് തായിരുന്നു. മാപ്പാക്കി കളയിട്ടോ, ഞാനല്ലേ പെണ്ണുങ്ങളല്ലേ, സാരില്ലേ, പൂർത്തിയളിയർ, മാപ്പാക്കണം. അപ്പൊ റസൂലുള്ളാഹ് ആയിഷ ബീവിയുടെ തലമുടിയിലൂടെ ഇങ്ങനെ കൈ വായിച്ചിട്ട് ചോദിച്ചു, ആയിഷ, ഞാനല്ലാതെ ആരാണ് ആയിഷ നിനക്ക് പുറത്തു തരാൻ? സാരല്ലേ ആയിഷ, ഉടഞ്ഞ പാത്രം അത് മറ്റുള്ളതാ, ഓള് ക്ഷമിക്കുവോ? അതാ ദാമ്പത്യം.
ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന. ഭാര്യ ഭർത്താവിന് വസ്ത്രമാണ്, ഭർത്താവ് ഭാര്യക്ക് വസ്ത്രമാണ്. എങ്ങനെ തിരിഞ്ഞു കിടക്കാൻ കഴിയും?